ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ചിക്കൻ നല്ലോണം കഴുകി വാരി ചോരവെള്ളമൊക്കെ കളഞ്ഞ ചിക്കനാണിത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ടില്ല. വേപ്പിലയും കൂടി അരച്ചത്, അതിൽ ഞാൻ കല്ലുപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കല്ലുപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടിയിട്ട് അരച്ചത്. അതിൽ കുറച്ച് കുരുമുളകും ഇട്ടിട്ടുണ്ട്. കുരുമുളകും പിന്നെ കുറച്ച് തൈര്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി. ഇതിലേക്ക് ഇപ്പോൾ ചിക്കൻ ഇട്ടു, ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, വേപ്പില ഇട്ടു, പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി 2-1 ടീസ്പൂൺ ഇട്ടു. മസാലപ്പൊടി, സാധാരണ മസാലപ്പൊടി, മസാലപ്പൊടി ഇട്ടു. അതിലേക്ക് മുളക് പൊടി എനിക്ക് നല്ല എരിവ് വേണം, അത് കാരണം ഒരു 3.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് പച്ചമുളകും വേപ്പിലയും ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തൈരും കൂടി വേണം. ഇറച്ചി നല്ലോണം സോഫ്റ്റ് ആവാനാണ്. കുറച്ച് തൈരും കൂടി ഒഴിച്ച് എന്നിട്ട് നല്ലോണം കൂട്ടി തിരുമണത്. ഞാൻ ഇറച്ചി കഴുകി വാരി ചോരവെള്ളം വാലാനിട്ട് അരമണിക്കൂർ വെച്ചു. അതിന് ശേഷമാണ് ഇറച്ചി എടുത്ത് ഞാൻ എല്ലാ ചേരുവകളും കൂട്ടി തിരുമ്മി വയ്ക്കുന്നത്. ഇത് കൂട്ടി തിരുമ്മി വെച്ചിട്ട് അരമണിക്കൂർ ഇരിക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് നല്ലോണം ഞാൻ കൂട്ടി തിരുമ്മി ഒരു അരമണിക്കൂർ നേരത്തേക്ക് മൂടി വയ്ക്കുക. ഇനി നമുക്ക് സവാള വറുത്തെടുക്കാം. ഞാൻ 5 സവാള എടുത്തിട്ടുണ്ട്, വലിയ സവാള. അത് ചെറുതാക്കി അരിഞ്ഞ് ഇതുപോലെ വറുത്തെടുക്കണം. ഞാൻ വറുത്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സവോള നല്ലോണം വറുത്തെടുക്കണം നമുക്ക്. നല്ലോണം വറുത്ത് കോരാണ്. സവോള നല്ലോണം വറുത്തു ഇത് കോരിയെടുക്കണം. ബാക്കിയുള്ള സവോളയും കൂടി നമുക്ക് വറുത്തെടുക്കാം. സവോള വറുത്തെടുത്തത് ഇങ്ങനെ പൊടിച്ചെടുക്കണം. സവാള വെന്ത് തുടങ്ങി. ഇത് നമുക്ക് കോരിയെടുക്കാം. ഞാൻ 1/2 കിലോ വെളിച്ചെണ്ണയാണ് എടുത്തത്. 5 വലിയ സവാള എടുത്തു. അപ്പോൾ അത് 2 പ്രാവശ്യമായിട്ട് വറുത്ത് കോരിഞ്ഞു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഇറച്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഇറച്ചി വെന്തു. ഇതിലേക്ക് സവോള വറുത്ത് കൈ കൊണ്ട് പൊടിച്ചത്
ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇട്ട് കൊടുത്തിട്ട് കൂട്ടിയടക്കാം. അങ്ങനെ കറി റെഡിയായി. ചിക്കൻ ചുക്ക അങ്ങനെ റെഡിയായി. കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.